ഞാൻ നല്ല മഴയത്ത് പാടത്തോടെ നടന്ന് പണിക്ക് പോകാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ചോറുണ്ട്, അതേപോലെ തന്നെ വെള്ളം എല്ലാം ഉണ്ട്. ഈ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പറമ്പ്. നേരെ കാണുന്നത് കണ്ടോ, ഒരു വാഴയും ഒരു ചെറിയ കുഞ്ഞു കുടില് പോലെ അങ്ങ് ദൂരെ, അവിടേക്കാണ് എൻ്റെ യാത്ര. ഇതാണ് കേട്ടോ നമ്മുടെ ആ ചെറിയ ഷെഡും നമ്മുടെ കൃഷിയും. അപ്പോൾ ഇതാണ് കൃഷിക്കാർ വന്നേക്കുന്നത്. ഒന്ന് അമ്മ, പിന്നെ അച്ഛനുണ്ട്, കുറച്ച് പണിക്കാരും ഉണ്ട്. അവരെല്ലാം തിരക്കാണ്. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടും അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടും നമ്മൾ അവർക്ക് വേണ്ടി ചോറും കൊണ്ട് വന്നേക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ വരമ്പിൽ കൂടെ നടക്കുമ്പോഴാണ് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കുറച്ച് കൃഷി വിളയായിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മളെ കൊമ്പളങ്ങിയ സാധനങ്ങളൊക്കെ അത് കണ്ടോ, കുറേയൊക്കെ ചീഞ്ഞ് നശിച്ചു പോയിട്ടുണ്ട് കണ്ടോ. ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ, നമുക്ക് എടുത്ത് കളയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ, അതേപോലെ നല്ല മഴയൊക്കെ ഉള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല പണിയുണ്ടാവും പറമ്പിൽ. ആ സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ചോറൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നല്ല മഴയായിട്ടുണ്ട്. ഇന്ന് മിക്കവാറും മഴ നനയുന്നത് തോന്നുന്നത്. ഞങ്ങൾ കാറിനല്ല ബൈക്കിനാണ് വന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് തിരിച്ചു പോകുമ്പോൾ മഴ നനയാം. പിന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ. കാരണം ഒരു മഴ പെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇവിടെ നല്ലപോലെ മഴയൊക്കെ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിലോട്ടും വാഴയിലോട്ടൊക്കെ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ അതൊക്കെ നല്ല പണിയാണ്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വാഴയും കപ്പയും ചേനയൊക്കെ നിൽക്കുന്ന ഏരിയ. മഴ തോളി തുടങ്ങിയത് വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞങ്ങളവിടെ ഒരു കുളം കണ്ടത്. അപ്പോൾ കുളത്തിൽ വല്ല മീനൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ ഒന്ന് കുളം കാണാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി തിരിച്ചു. അപ്പോഴത്തേക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി അച്ഛയുടെ പണിക്കാരും കാര്യങ്ങളും എല്ലാവരും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.